ലൈംഗിക പീഡന കേസിൽ വിവാദങ്ങളുടെ കൊടുങ്കാറ്റുയർത്തി രാഹുൽ മാങ്കൂട്ടത്തിനെ തൃശങ്കുവിൽ നിർത്തി CPM കോൺഗ്രസിനെ വിചാരണ ചെയ്ത ഘട്ടത്തിൽ കോൺഗ്രസ് അചഞ്ചലമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് പ്രതികരിച്ചിരുന്നു. ഇപ്പോഴിതാ ഒരു പുതിയ വാട്സപ്പ് ചാറ്റുമായി കളം നിറയ്ക്കാൻ വീണ്ടും ശരവർഷവുമായി ആരോ ഇറങ്ങിയിരിക്കുന്നു. അതിരൂക്ഷമായ രാഷ്ട്രീയ വേട്ടയാടലിൽപ്പെട്ട് ജീവിതം ആടിയുലഞ്ഞ രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ 3 മാസമായി ആരോപണത്തിൻ്റെ അഗ്നികുണ്ഡത്തിലാണ്. വലിയ ഗൂഢാലോചനയാണ് മാങ്കൂട്ടത്തിനെതിരെ നടന്നത്. ശരിക്കും വേട്ടയാടലായിരുന്നു അത് എന്നും മുൻ KPCC പ്രസിഡന്റ് MN ഹസൻ അടക്കം പറഞ്ഞിരുന്നു. അമ്മി കൊത്താനുണ്ടോ അമ്മി എന്ന രീതിയിലാണ് പോലീസ് കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിക്കാരുണ്ടോ പരാതിക്കാർ എന്ന് ചോദിച്ച് നടന്നിരുന്നത് എന്നും MM ഹസൻ മാധ്യമങ്ങളോട് അന്ന് പറഞ്ഞിരുന്നു. ആരും പരാതി പറയാത്ത ഒരു വിഷയത്തിൽ, ആരും കേസ് കൊടുക്കാത്ത കാര്യത്തിൽ അന്വേഷണവുമായി ഇറങ്ങുന്ന കാഴ്ചയാണ് എന്നും അദ്ദേഹം തുറന്നടിച്ചു. കേരള രാഷ്ട്രീയത്തിൽ ഏറെ തിളങ്ങി നിന്നിരുന്ന യുവത്വത്തിൻ്റെ ഊർജത്തോടെ കോൺഗ്രസിൻ്റെ മുഖമായി, പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായുമൊക്കെ നിന്നിരുന്ന പാലക്കാടിൻ്റെ MLA ആയും സർക്കാരിനെതിരെയുള്ള പോരാട്ടങ്ങളുടെ നായകനായും നിറഞ്ഞു നിന്ന ഒരു ചെറുപ്പക്കാരനെ രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായി വേട്ടയാടി വളഞ്ഞിട്ട് പിടിച്ച് അധമനെന്ന് ആക്രോശിച്ച് കൂകിയാർത്ത് ആക്രമിക്കുകയായിരുന്നു. ഗർഭകഥയും ഗർഭചിത്രകഥയും തുടങ്ങി ഒരു യുവാവിനെ തകർക്കാൻ കഴിയുന്ന സ്ത്രീ വിഷയങ്ങളിലെ ഏറ്റവും ജുഗുൽസാവഹമായ കഥകളും അതിഹീനമായ കഥകളും പടച്ചുണ്ടാക്കി സോഷ്യൽ മീഡിയകൾക്കും മുഖ്യധാരാ മാധ്യമ പാണന്മാർക്കും കാശ് കൊടുത്ത് നടത്തിയ ബൃഹത്തായ ഒരു പദ്ധതിയാണ് ഇത് എന്നിരിക്കെ, തദ്ദേശ തെരഞ്ഞെടുപ്പും സർക്കാരിനെയും CPM നേതാക്കളെ പ്രതിക്കൂട്ടിലാക്കുന്ന സ്വർണ്ണക്കൊള്ളയും പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ എക്സാലോജിക്ക് അഴിമതിയും മകൻ്റെ ED അന്വേഷണ കേസും അടക്കം തെരഞ്ഞെടുപ്പിൽ ഉയർത്തി UDF ആയുധമാക്കുമെന്നത് മുന്നിൽ കണ്ട് ഒരു പടി മുന്നേ എറിയുക എന്ന ഉദ്ദേശമാണോ ഈ പുതിയ മാങ്കൂട്ട വിഷയം ഉയർത്തിയത് എന്ന സംശയമാണ് കേരള സമൂഹം ഇപ്പോൾ ചോദിക്കുന്നത്. നടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ കേരളത്തിലെ ഒരു പ്രമുഖ ചാനലാണ് കൊട്ടേഷൻ എടുത്ത് ശബ്ദരേഖ പുറത്തുവിട്ടുകൊണ്ട് അന്തിച്ചർച്ച സംഘടിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ഇന്ന് ആ ചാനലിൽ ഇല്ലെങ്കിലും തുടക്കകാലത്ത് ചാനലിൻ്റെ നേതൃനിരയിൽ ഉണ്ടായിരുന്ന പ്രമുഖ മീഡിയ പ്രമുഖൻ ഇന്ന് ഇടത് MLA സ്ഥാനം സ്വപ്നം കണ്ട് രാഷ്ട്രീയത്തിലേക്ക് ചുവടുമാറിയ മാധ്യമ മുഖമുള്ള ഈ പ്രമുഖൻ അടക്കമുള്ള ഒരു വൻ നിരയാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി കേന്ദ്രം. ഇത് ഇടത് അച്ചാരമായി കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സീറ്റിന് പകരം മാങ്കൂട്ടത്തിൻ്റെ ലൈഫ് തകർത്ത് തരണമെന്ന നിബന്ധന പക്ഷേ പാതി വഴിക്ക് വെച്ച് തകർന്നതിൻ്റെ നിരാശ ആ പ്രമുഖ ചാനലിനും പഴയ മാധ്യമ പ്രവർത്തകനും ഇപ്പോൾ ചാനലിൽ മെഴുകി വാരുന്ന ആദർശധീരനും വിട്ടുമാറുന്നേയില്ല. സമാനതകളില്ലാത്ത വിധമുള്ള വേട്ടയാടൽ, അതും ഏറ്റവും ഹീനമായ രീതിയിൽ അപമാനിച്ചും നടത്തിയ വേട്ട നായ്ക്കളുടെ ആക്രമണത്തെ ചെറുക്കാൻ രാഹുൽ മാങ്കൂട്ടം പ്രാപ്തനായിരുന്നു. കാരണം ആ മനുഷ്യൻ്റെ പേരിൽ ഉയർന്നു വന്ന കഥകളിലെ പിന്നാമ്പുറം അദ്ദേഹത്തിന് വ്യക്തമായിരുന്നു. ആരും കേസ് കൊടുക്കാത്ത സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ച് സ്വയം കേസെടുക്കുകയുമായിരുന്നു. കൃത്യമായും നിയമപരമായും ഈ കേസ് നിലനിൽക്കില്ല എന്നറിഞ്ഞിട്ടും CPM മേലാളന്മാരുടെ നിർദ്ദേശത്തെ തുടർന്ന് ക്രൈംബ്രാഞ്ച് ഈ കേസെടുത്തത്. ഇപ്പോൾ പക്ഷേ ഇരുട്ടിൽ തപ്പുന്ന അവസ്ഥയിലേക്ക് അവർക്ക് ഇപ്പോഴിതാ ബാഹ്യശക്തികളുടെ പ്രേരണ മൂലം ആരോപണമുന്നയിച്ച ട്രാൻസ്ജെൻഡർ മൊഴി കൊടുക്കാൻ പോലും തയ്യാറായില്ല എന്നും പുറത്തു വന്ന മഹിളാമണികൾ നിയമ നടപടികൾക്ക് ഇല്ല എന്നും പറഞ്ഞ് വെളിയിൽ വന്നിരിക്കുകയാണ്. അതിനർത്ഥം ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾക്ക് യാതൊരുവിധ കഴമ്പും ഇല്ല എന്നും ആരുടെയൊക്കെയോ നിർബന്ധത്തിന് വഴങ്ങി ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ മാത്രമായി ഇത് മാറി എന്നുമല്ലേ? തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം, അത് രാഹുൽ മാങ്കൂട്ടമാണെങ്കിലും. പക്ഷേ പടച്ചുണ്ടാക്കിയ അപവാദ കഥകളിൽ കഴമ്പ് എത്രമാത്രമുണ്ടെന്ന് കൃത്യമായ അന്വേഷണം നടത്തി വേണം പ്രതിസ്ഥാനത്ത് നിർത്തി ക്രൂശിക്കാൻ. അനധികൃതമായി ഗർഭചിത്രം നടന്നു എന്ന് പറയുന്ന ബാംഗ്ലൂരിലെ ആശുപത്രികൾ തേടി അന്വേഷണ സംഘം നടന്നുവെങ്കിലും അത് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടേയില്ല. ഇതാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന് പറയുന്നതിൻ്റെ കാര്യം. അതോടെ കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന ആരോപണങ്ങളൊക്കെ സ്ഫോടനാത്മക സംഭവവുമായി സ്ഥിരം അന്തിച്ചർച്ച സംഘടിപ്പിച്ച പ്രമുഖ ചാനലും
ഇപ്പോൾ മിണ്ടാട്ടമില്ലാത്ത അവസ്ഥയായി. രാഹുൽ മാങ്കൂട്ടത്തിനെ രാഷ്ട്രീയ ശാപം പേറ്റി വീട്ടിലിരുത്താൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഓർത്തില്ല വീടിപ്പടക്കവും ഓലപ്പടക്കവും പൊട്ടിച്ച് കളിച്ച് പഠിച്ച ലാഘവത്വം പോരാ ഇതിനെന്ന്. ഈ ഗർഭകഥകളിൽ തങ്ങളുടേതായ സംഭാവനകൾ നൽകി ചാനൽ മേധാവി എന്തോ മുൻ വൈരാഗ്യത്തോടെ വെല്ലുവിളി നടത്തിയതിന് പിന്നാലെ അവർ തന്നെ പുറത്തുവിട്ട ശബ്ദ സന്ദേശങ്ങളിലുള്ള ആധികാരികത തെളിയിക്കാൻ കഴിയാതെ ഇപ്പോൾ നാണം കെട്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം ഒരു കൊടുങ്കാറ്റായി അഗ്നിശുദ്ധി വരുത്തി തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. അപവാദങ്ങളുടെ ശരപഞ്ചരത്തിൽ രാഹുലിനെ കിടത്താമെന്ന് സ്വപ്നം കണ്ടവരുടെ ചെകിട്ട് തേൽക്കുന്ന പ്രഹരമായി രാഹുൽ കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കുകയാണ് ഇപ്പോൾ. തന്നെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്ത മണ്ഡലത്തിൽ ഇറങ്ങി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്തേണ്ടത് ജനപ്രതിനിധി എന്നതിൽ തൻ്റെ കടമയാണ് എന്ന് സ്വയം അറിഞ്ഞാണ് MLA രാഹുൽ മാങ്കൂട്ടം തൻ്റെ മണ്ഡലത്തിൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. നിലവിൽ പാലക്കാട് MLA കൂടിയായ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് പോലെ BJPയുടെ ശക്തി കേന്ദ്രമായ മണ്ഡലത്തിൽ കന്നി അംഗത്തിൽ തന്നെ 20,000-ൽ പരം ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുകയായിരുന്നു അന്ന്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ആരോപണ വിധേയൻ മാത്രമാണ്. കുറ്റക്കാരൻ എന്ന് ആർക്കും മുദ്ര കുത്താൻ സാധിക്കുകയില്ല. അതിനാൽ തന്നെ രാഹുലിൻ്റെ അവകാശങ്ങളെയോ സ്വാതന്ത്ര്യങ്ങളെയോ നിഷേധിക്കാൻ ആർക്കും കഴിയില്ല എന്നത് പരമ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് എല്ലാ പ്രതിബന്ധങ്ങളെയും അപവാദങ്ങളെയും നിഷ്പ്രഭമാക്കി ഒരു ഫിനിക്സ് പക്ഷിയായി രാഹുൽ കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നുകൊണ്ടുവരിക്കുന്നത്. എങ്കിലും ഈ രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരാണെന്നാണ് ജനം കാത്തിരിക്കുന്നത്. ഒരാഴ്ച മുമ്പ് CPM-ൽ നിന്ന് രാജിവെച്ച കോൺഗ്രസിൽ ചേർന്ന ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വൻ ഗൂഢാലോചന നടന്നു എന്നതാണ്. റിപ്പോർട്ടർ ചാനലാണ് ഇത്തരം ഒരു ശ്രമം നടത്തിയത് എന്ന് അവരുടെ വെളിപ്പെടുത്തൽ വ്യക്തമാക്കുന്നു. ആ ചാനലിൽ നിന്നും ഒരു വനിതാ മാധ്യമ പ്രവർത്തക എന്നെ സ്ഥിരമായി വിളിക്കുകയും മാങ്കൂട്ടത്തിനെതിരായി പറയണമെന്നുള്ള സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു എന്ന് കുഞ്ഞമ്മ പറയുന്നു. രാഹുൽ മാങ്കൂട്ട വിഷയത്തിൽ സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കാനുള്ള നീക്കമാണ് നടന്നതെന്നും അവർ ആവർത്തിക്കുന്നു. CPM ജില്ലാ സെക്രട്ടറിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചതോടെയാണ് പാർട്ടിയിൽ നിന്നും ഈ ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ പുറത്തു വരുന്നത്. തുടർന്നാണ് ഈ വെളിപ്പെടുത്തൽ ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ നടത്തിയത്. ഇതെല്ലാം ഒരു അജണ്ടയുടെ ഭാഗമാണെന്നും ഇത്തരം ഗൂഢാലോചന അന്വേഷണ വിധേയമാക്കേണ്ടതാണ് എന്നും അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ പിതൃത്വമില്ലാത്ത ഈ ആരോപണത്തിന് പിന്നിലെ ഗൂഢാലോചനയുടെ പ്രഭവ കേന്ദ്രം എപ്പോഴും പ്രഹേളിക തന്നെയാണ്. പക്ഷെ ഒന്നുണ്ട്, ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. CPM അറിയാതെ ഈ ആരോപണം വീണ്ടും തലപൊക്കില്ല. ആരോപണത്തിന് വ്യക്തമായ മറുപടി രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞു. ലൈംഗികാരോപണ കേസിൽ അതിജീവിതയുടെ പുതിയ വെളിപ്പെടുത്തലിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി രാഹുൽ മാങ്കൂട്ടം തൻ്റെ ഭാഗം എന്താണെന്ന് കേൾക്കാതെയാണ് മാധ്യമങ്ങൾ ഓഡിയോ പുറത്തുവിട്ടതെന്നും വിഷയത്തിൽ ശരിയായ സമയത്ത് പ്രതികരിക്കുമെന്നും രാഹുൽ പറഞ്ഞു. ഇപ്പോൾ വീഡിയോ പുറത്തുവിട്ടതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാമെന്നും രാഹുൽ പറയുന്നു. ഇതേ വിഷയം തന്നെയാണ് മാധ്യമങ്ങൾ തിരിച്ചും മറിച്ചും കഴിഞ്ഞ 3 മാസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ 3 മാസമായിട്ട് താൻ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് എനിക്കും ഇന്നും പറയാനുള്ളൂ. ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തോട് എല്ലാ രീതിയിലും സഹകരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്വേഷണം നടക്കുകയല്ലേ, അത് കഴിഞ്ഞ് ചില കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്താനുണ്ട്. അപ്പോൾ അതൊരു പക്ഷേ എൻ്റെ മേൽ നിങ്ങൾ ചാർത്തി തന്ന എല്ലാ ആരോപണങ്ങളും തകിടം മറിയും. എൻ്റെ നിരപരാധിത്വം കേരള സമൂഹം അറിയും. അഗ്നിശുദ്ധി വരുത്തി ഞാൻ കാത്തിരിക്കുകയാണ് എന്നും രാഹുൽ പറയുന്നു. ഒരു മനുഷ്യനെ തകർക്കാൻ ഏറ്റവും രൂക്ഷമായ മാർഗം പെൺവിഷയം ഉയർത്തുക ആണെന്നിരിക്കെ രാഹുൽ മാങ്കൂട്ടം ഈ ആരോപണത്തിന് മുന്നിൽ അജഞ്ചലനായി തലയുയർത്തി നടക്കുന്നു എങ്കിൽ അത് കറ പുരളാത്തത് കൊണ്ടാണോ എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെയാണ്. രാഹുൽ പറഞ്ഞതുപോലെ ഇക്കാലവും കടന്നു പോകും. വരുന്നാൾ മുൾമുനയുടെ മൂർച്ച കുറയും. തൻ്റെ നിരപരാധിത്വം ലോകത്തിന് മുന്നിൽ തെളിയുക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.